ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ക്യാരക്ടർ ആണ് നോമിത. നോമിത എന്ന് പറയുന്നത് ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ ആണ്. അജിത്തിന്റെ വൈഫാണ്. ഷി കംസ് ഫ്രം എ പുവർ ഫാമിലി. ബോൾഡ് ആൻഡ് കറേജിയസ് ആണ്. അജിത് ഹർ ഹസ്ബൻഡ് ഓൾവേസ് റീഡ്സ് എ ലെറ്റർ സെൻഡ് ബൈ ഹർ മദർ വിത്തൗട്ട് ഹർ പെർമിഷൻ. അവളുടെ പെർമിഷൻ ഇല്ലാതെ അവൾക്ക് അമ്മ അയക്കുന്ന ലെറ്റേഴ്സ് ഒക്കെ അവളുടെ ഹസ്ബൻഡ് അജിത്ത് വായിച്ചു നോക്കും. ഹി ഓൾവേസ് ഇൻസൾട്ട്സ് ഹെർ. ഷീ ക്വസ്റ്റ്യൻസ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ ഹസ്ബൻഡ്. അപ്പൊ ഹസ്ബൻഡ് എപ്പോഴും ഇൻസൾട്ട് ചെയ്യും. അപ്പൊ നോമിത എന്ത് ചെയ്യുന്നുണ്ട്? ഹസ്ബൻഡിന്റെ ഈ ഒരു പ്രവൃത്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ ക്വാറലാകുന്നു. ലാസ്റ്റ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അജിത്തിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സാരി കത്തിക്കുന്നുണ്ട്. സോ നമിത എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ ആണ്. നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ രാജ്യത്തൊക്കെ കാണാൻ പറ്റുന്ന സാധാരണ ഒരു സ്ത്രീയാണ് നോമിത. ആ ഒരു ക്യാരക്ടറാണ്. ബട്ട് ബോൾഡ് ആണ്, ബ്രേവ് ആണ്. ബട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലാത്തത് കൊണ്ട് അമ്മയെ സഹായിക്കാൻ പറ്റാതെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഹെൽപ്ലെസ്നെസ് സിറ്റുവേഷനിലാണ് നോമിത ഉള്ളതെന്നൊക്കെ നമുക്ക് എഴുതി വെക്കാം. ദെൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ് രത്ന. സുധാമൂർത്തിയുടെ ഹൊറഗല്ലു എന്ന് പറയുന്ന സ്റ്റോറി അനക്ഡോട്ടിലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ് രത്ന. രത്ന ഇസ് എ ലിവിങ് ഹൊറഗല്ലു, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹൊറഗല്ലു ആണെന്ന് പറയാം. ഷീ ഈസ് ഓൾവേസ് എന്താണ് ഓൾവേസ് ഓഫ് ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. ഒരു പ്രത്യേക തരം ചിയർഫുൾനെസ്സോട് കൂടിയിട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഇരിക്കുന്ന ആളാണ് രത്ന. ആൻഡ് ഓൾസോ ഷീ ലിസൺസ് ടു ദ പ്രോബ്ലംസ് ഓഫ് ഹർ കൊളീഗ്സിന്റെ പ്രോബ്ലംസ് കേൾക്കുന്നു. ഷീ നെവർ പ്രൊവൈഡ്സ് എനി സൊല്യൂഷൻ ടു ദെയർ പ്രോബ്ലംസ് ഓർ വറീസ്. അവരുടെ പ്രോബ്ലത്തിനോ വറീസിനോ ഒരു സൊല്യൂഷൻ ഒന്നും കൊടുക്കുന്നില്ല. ബട്ട് എന്ത് ചെയ്യും? ഷീ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ എംപതിയോട് കൂടിയിട്ട് അത് കേൾക്കുന്നുണ്ട്. ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെയും. മോറോവർ മാത്രമല്ല, ഷീ നെവർ റിവീൽസ് ദ സീക്രട്ട് ഓഫ് ദെയർ പ്രോബ്ലംസ് ടു എനിവൺ. ആളുകൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ആരോടും ഗോസിപ്പ് ചെയ്ത് നടക്കാറില്ല. ബോൾഡ് ആണ്, പൊളൈറ്റ് ആണ്, ഹംബിൾ ആണ്. പിന്നെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ. ഇത് നമുക്ക് രത്നയെ പറ്റി പറഞ്ഞതൊക്കെ ഇതിൽ എഴുതാം. ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആണ്. ഹി ഓൾവേസ് സ്പെൻഡ് ഹിസ് ലെഷർ ടൈം അണ്ടർ എ ബനിയൻ ട്രീ ഇൻ ദ വില്ലേജ്. ഗ്രാമത്തിൽ ഒരു ബനിയൻ ട്രീയുടെ കീഴിലിരുന്നാണ് സമയം ലെഷർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് വില്ലേജേഴ്സ് വന്നുകൊണ്ട് അവരുടെ പ്രോബ്ലംസ് ആൻഡ് വറീസ് ഈ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പറയും. രത്നയെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ഹൊറഗല്ലു ആണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫാദറും. ഹി ഓൾസോ നെവർ പ്രൊവൈഡ്സ് എനി സൊല്യൂഷൻ ടു ദെയർ വറീസ്. അവരുടെ വറീസിന് ഒരു സൊല്യൂഷനും കൊടുക്കുന്നില്ല. ബട്ട് ഹി ഹിയർസ് ദം ഔട്ട് വിത്ത് എംപതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്. ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെയും എംപതിയോടും കൂടിയിട്ട് അവരുടെ പ്രോബ്ലംസ് കേൾക്കാനിരിക്കുമ്പോൾ തന്നെ ഇറ്റ് റിലീവ്സ് ദെയർ ബർഡൻ, ഇറ്റ് റിലീവ്സ് ദെയർ സ്ട്രെസ്. അവരുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഹി വാസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ആന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും രണ്ടുപേരെയും പറ്റി ഒരേ കാര്യങ്ങൾ തന്നെ നമുക്ക് എഴുതാം. 17 years ആണ്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹട്ടൻ ആണ്. ക്ലോസ് ഫ്രണ്ട് ഫെലിക്സ് ആണ്. ആന്റോണിയോ ഫെയർ ലീൻ ആൻഡ് ലാങ്കി ആണ്. ബോഡി പ്രകൃതം വരുന്നത്. ഹെയർസ് ഇങ്ങനെ കണ്ണിലായിട്ട് വീഴുന്ന ടൈപ്പ് ആയിട്ടാണ് ഉള്ളത്. ആംബിഷൻ, ഇതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആകണം. ഹി വാസ് എ മാൻ ഓഫ് ഹാർഡ് വർക്ക്. ഹി പ്രാക്ടീസ്ഡ് വെൽ ഇൻ ഓർഡർ ടു അറ്റൈൻ ഹിസ് ഡ്രീം ഇൻ ലൈഫ്. എപ്പോഴും ലൈഫിനെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണുള്ളത്. വെരി കോമ്പറ്റേറ്റീവ് ആണ്. ഫെലിക്സുമായിട്ട് ഫോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് എന്ന ട്രോഫി വോൺ ചെയ്തു. ഫെലിക്സ് വർഗാസ് ആണെങ്കിലോ ഇതേപോലെ തന്നെ ആന്റോണിയാണ് ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഫെലിക്സ് ഡാർക്ക് ഷോർട്ട് ആൻഡ് ഹസ്കി ആണ്. ആഫ്രോ നാച്ചുറൽ ആഫ്രോ സ്റ്റൈലിലാണ് ബ്ലാക്ക് ഹെയർ ഉള്ളത്. ബാക്കിയെല്ലാം സെയിം തന്നെ എഴുതാം. ദെൻ റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിൻ പെർസിവൽ വൈൽഡിന്റെ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന വൺ ആക്ട് പ്ലേയിലെ സെൻട്രൽ ക്യാരക്ടർ ആണ്. ബാംഗ്ലൂർ എംപ്ലോയി ആണ്. ഹി വാസ് എ മാൻ ഓഫ് ട്രൂത്ത്. സത്യത്തിൽ നിലകൊള്ളുന്ന ആളാണ്. ഹി വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ഓഫർഡ് ബൈ ഹിസ് ഫ്രണ്ട് ഗ്രഷാം. ഫ്രണ്ട് ഗ്രഷാം ഓഫർ ചെയ്ത ബ്രൈബ് മണി അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഹി വാസ് ദ ഓൺലി വിറ്റ്നസ് അഗൈൻ ഗ്രഷാം അറ്റ് കോർട്ട്. ഗ്രഷാമിനെതിരെ കോർട്ടിലുള്ള ഒരേ ഒരു വിറ്റ്നസ്, ഒരു സാക്ഷി എന്ന് പറയുന്നത് ആരാണ്? ഈ റോബർട്ട് ബാൽവിൻ ആണ്. ഹി സ്റ്റുഡ് ഫേം ഫോർ ഹിസ് ട്രൂത്ത്ഫുൾനെസ്. സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. ഫ്രണ്ട് $100,000 ഓഫർ ചെയ്തെങ്കിലും ഹി നെവർ അക്സെപ്റ്റഡ്. അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഫാമിലി പെർസുവേഡ് ചെയ്തു അത് അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ എന്നിട്ടും അക്സെപ്റ്റ് ചെയ്തില്ല. ഹി വാസ് വെരി ഓണസ്റ്റ്. അതിന് പകരമായിട്ട് ഹി ഗോട്ട് എ ഗുഡ് ഓഫർ ഫ്രം മിസ്റ്റർ മാർഷൽ.
തേർഡ് നാഷണൽ ബാങ്ക് നല്ലൊരു പൊസിഷനും കിട്ടി. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹിസ് ഹോണസ്റ്റി. അവന്റെ സത്യസന്ധതയ്ക്ക് അവന് കിട്ടിയ റിവാർഡാണത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 ക്യാരക്ടേഴ്സ് ഇതാണ്. ക്യാരക്ടർ സ്കെച്ച് ഇതിൽ നിന്നൊക്കെ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ, കാരണം വേറൊരു ക്യാരക്ടറും അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിലില്ല. പിന്നെ ഉള്ളത് ടീച്ചറാണ്, ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ടീച്ചർ. അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെന്റിനൊക്കെ വെയിറ്റേജ് കുറവായതുകൊണ്ട് അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.